ഹലോ സാർ, വി ആർ ഫ്രം ഏഷ്യനെറ്റ് ന്യൂസ്. ഒരാൾ പോലീസ് വണ്ടിയും കൊണ്ട് ക്രൈം ചെയ്യുന്നത് നിങ്ങൾ നോക്കിയിരിക്കുകയാണോ സാർ? ഇവിടെ ഞങ്ങൾ വെറുതെ ഇരിക്കുമെന്നല്ല. ഇപ്പം സിറ്റിയിൽ തന്നെ 18 കൊലപാതകങ്ങളാണ് നടന്നിരിക്കുന്നത്. അതിനെക്കുറിച്ചാണ് ഞങ്ങൾ അന്വേഷിക്കുന്നത്. ഇന്ന് തന്നെ ഇവന്റെ കാര്യത്തിൽ തീർപ്പാടാക്കും. സിറ്റിയിലുള്ള എല്ലാ ഇൻസ്പെക്ടേഴ്സിനെയും വിളി. ക്വിക്ക്. ഓക്കെ സാർ, ഞാൻ ഇന്നലെയാണ് ജോയിൻ ചെയ്തത്. 3 ദിവസമായി നമ്മളുടെ സർവീസിലെ വണ്ടി എടുത്ത് ഒരുത്തൻ എന്തൊക്കെയോ ചെയ്യുന്നു. ഇത് പെട്ടെന്ന് നമ്മൾ ആക്ഷൻ എടുത്തേ സംഭവം വഷളാവും. ഞാൻ ഈ ഡ്യൂട്ടി നിന്നെ ഏൽപ്പിക്കോ? പെട്ടെന്ന് അവനെ പോയി പിടിച്ചുകൊണ്ടോ. ശരി സാർ. നിർത്തടാ വണ്ടി. നടക്കടാ സ്റ്റേഷനിലോട്ട്. അവൻ്റെ കഴപ്പങ്ങ് തീർന്നു. സാർ ഇപ്പം പിടിച്ച പ്രതിയെ പറ്റി എന്നീ വിവരം? ഇതേക്കുറിച്ച് പറയാൻ, അവൻ GTA 5 റിയൽ ലൈഫിൽ കളിച്ചതാ, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സാർ ഇപ്പം നടക്കുന്ന കൊലപാതകത്തിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ഞാൻ ഇന്നലെ വന്നതല്ലേ ഉള്ള, കേസൊക്കെ ഒന്ന് ഞാൻ പഠിക്കട്ടെ. അപ്പോൾ ശരി, നിങ്ങൾ പേടിക്കാതിരിക്കുക. ഇനി ഈ മർഡർ കേസ് നീ എന്നെ ഹാൻഡിൽ ചെയ്യുന്ന. Then one more thing, you are promoted as sub-inspector of police. പ്രധാന വാർത്തകൾ. നഗരത്തിൽ പിന്നെയും കൊലപാതകങ്ങൾ വരാൻ ഇടയായി. കൊല്ലം തൊടുപുഴയിലാണ് സംഭവം വെച്ച് അതിദാരുണമായി കൊല നടത്തിയിരിക്കുന്നു. നഗരത്തിൽ പിന്നെയും സീരിയൽ കില്ലറിന്റെ വെല്ലുവിളി. ഈ കേസ് അന്വേഷിക്കാനായി ക്രൈംബ്രാഞ്ചിൽ നിന്ന് ഒരു പിന്നെയും കൊലപാതകമാണ്. ക്വിക്ക്. 8, 9. ബാക്ക് സൈഡ് ഹെഡ്. സാർ പുതിയ കൊലപാതകത്തിനെ പറ്റി എന്തെങ്കിലും? നഗരത്തിൽ പുതിയ സീരിയൽ കില്ലർ. ഈ 19 കൊലപാതകം ചെയ്തിരിക്കുന്ന ഒരേ പാറ്റേണിൽ. അതുകൊണ്ട് ഇത് ചെയ്തിരിക്കുന്ന ഒരാൾ തന്നെയാണ് പറയാം. സാർ മരണകാരണം എന്താണ്? എന്തെങ്കിലും പരിക്കോ വല്ലതുമാണോ? തലയുടെ പിറകിലാണ് അടി കിട്ടിയിരിക്കുന്നത്. ചോര കുറേ പോയിരിക്കുന്നു. എനിക്കൊന്നേ പറയാനുള്ളൂ, എല്ലാവരും സൂക്ഷിച്ചിരിക്കുക. നീ ആരെയും പേടിക്കേണ്ടത്. ഞാൻ കുറച്ചിനോട് സംസാരിച്ചിട്ട് അങ്ങ് പോകും. വേറെ ആർക്കും വേണ്ടിയല്ല, നമ്മുടെ പോലീസുകാർക്ക് വേണ്ടിയാണ്. ഈ കുറച്ച് നാളായിട്ട് എല്ലായിടവും കേൾക്കുന്നുണ്ടല്ലേ ഒരു സീരിയൽ കില്ലറിനെ പറ്റി. അത് ഞാനായിട്ട് വരുമെന്ന്. പെട്ടെന്ന് അവനെ ട്രാക്കി. സാറേ, ഇത് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. സൈബർ സെല്ലുകാർ എൻ്റെ ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, പക്ഷെ കിട്ടത്തില്ല. നിങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ ഒരു അവസരം തരാം. ഇവൻ എന്തുവാണോ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിഞ്ഞൂടെ. ഇപ്പം തന്നെ DSP സാറിന് പോയി കാണണം. തറ എന്ന വീടിനെ പറ്റി പോയി എൻക്വയറി ചെയ്യും. സാർ, അതിനെക്കുറിച്ച് അന്വേഷിച്ച് ഇപ്പം തന്നെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം സാർ. എന്താണ് ഈ തറ? എത്ര അന്വേഷിച്ചിട്ടും കിട്ടുന്നില്ലല്ലോ. എക്സ്ക്യൂസ് മീ സാർ, മേ ഐ കം ഇൻ? യെസ്, കമിൻ. വന്നിരിക്കൂ. നിങ്ങളാരാ? സാർ, ഞാൻ പാരാനോർമൽ എക്സ്പേർട്ട് ആദിൽ കുമാർ. നൈസ് ടു മീറ്റ് യു സാർ. ഞാനൊരു കേസിൻ്റെ പരമായിട്ട് ഒരു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമോ സാർ. അത് പോട്ട് സാറെന്താ ഇവിടെ? സാർ, നിങ്ങൾക്ക് റാക്കോഡുകളെ കുറിച്ച് അറിയാമോ? ആരാ ഈ റാക്കോഡകൾ? പ്രകൃതി കൽപ്പിച്ചിരിക്കുന്ന നിയമത്തിനും മനുഷ്യരുടെ സമയത്തിനുമെതിരെ പ്രവർത്തിക്കുന്നതാണ് ഇവരുടെ പണി. സാർ, ഇവർ ശക്തിയുള്ള ചോര നോക്കി നടക്കുകയാണ്. ഇവരുടെ കുലത്തിന് ശക്തി നൽകാൻ. റാക്കോഡുകളുടെ തലവനെ തറയെന്നാണ് പറയുന്നത്. താരകൾ മാറിക്കൊണ്ടേയിരിക്കും, എന്നാൽ ഒരു താര 100 പേരുടെ രക്തം കുടിച്ചാലേ തലമുറകളായി കൈമാറുന്ന ശക്തി നിലനിൽക്കും. അമാനുഷിക ശക്തിയുള്ളവർക്ക് പോലും അവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അപ്പോൾ ഇവരെ പിടിക്കാൻ പറ്റത്തില്ലേ? സാറേ, അവനെ എന്തെങ്കിലും ചെയ്യാനെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴേ കഴിയൂ. കാരണം അവൻ ഇപ്പോഴും മനുഷ്യൻ തന്നെയാണ്. അവൻ പൂർണ്ണ ശക്തി എത്തുവാണെങ്കിൽ നിങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. അത് നന്നായി. ഇവനെ എത്ര വേഗമോ അത്ര വേഗം ഞങ്ങൾ പിടിക്കും സാർ. നിങ്ങൾ അവരെ നേരിടാൻ പോകുമ്പോൾ കയ്യിൽ ഒരു ചെമ്പിന്റെ കഷ്ണം വെച്ചുകൊള്ളൂ.
അത് നിങ്ങൾക്ക് കുറച്ച് സംരക്ഷണം തരുന്നതാണ്. നന്ദിയുണ്ട് സാർ. ഇനി വല്ല ആവശ്യമുണ്ടെങ്കിൽ ഞാൻ സാറിനെ വിളിക്കാം. സാർ, ഇത് എത്ര പെട്ടെന്ന് അവസാനിപ്പിക്കാൻ കഴിയുമോ അത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുക. അവൻ ഇനി 2 പേരുടെ രക്തം കൂടി കിട്ടിയാൽ അവൻ അമരനാവും. അവൻ്റെ കൂട്ടത്തിലുള്ള 333 പേരോ അതിൽ അധികമോ ആൾക്കാർക്ക് ഈ പവർ തലമുറകളായി കൈമാറുന്നതാണ്. കോടുകൾ വിജയിക്കട്ടെ. കോടുകൾ വിജയിക്കട്ടെ. കോടുകൾ വിജയിക്കട്ടെ. പ്രധാന വാർത്തകൾ. നഗരത്തിൽ പിന്നെയും കൊലപാതകങ്ങൾ വരാൻ ഇടയായി. സാർ, ഈ കൊലപാതകത്തിനെ പറ്റി നിങ്ങൾക്ക് എന്ത് എക്സ്പ്ലനേഷനാണ് തരാനുള്ള? 1 മാസം കൊണ്ട് ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ഒരു പിടിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറയാം, ഇനിയൊരു കൊലപാതകം ഇവിടെ കാണത്തില്ല. കോടുകൾ വിജയിക്കട്ടെ. ഇനി നീ ആരെയും കൊല്ലത്തില്ല. ബാക്കിയുള്ളവർ എവിടെയാടാ? കോടുകൾ വിജയിക്കട്ടെ. ഇതല്ലാതെ നിന്റെ അണ്ണാക്കി വേറെ ഒന്നും വരത്തില്ലേ? നീ വിചാരിച്ചു എന്നെ അങ്ങ് പിടിച്ചെന്ന്? കോടുകളാണ് ഇനി ഇവിടെ വരാൻ പോകുന്നത്. പിന്നെ അസിസ്റ്റൻറ്റ് കമ്മീഷണർ ഓഫ് പോലീസ് ആഗ്നൽ IPS അറിയാലോ സാർ, ഇപ്പം വരാൻ പോവാ നിന്നെ എൻകൗണ്ടർ ചെയ്യാൻ. നീ എന്ത് വിചാരിച്ചു എന്നെ അങ്ങ് പൂട്ടാന്ന? ഞാനിവിടുന്ന് ചാടും. നീ ചാടും. അവസാനമായിട്ട് കാണാം. അപ്പോൾ ശരി, ഓക്കെ, ഗുഡ് ബൈ ഫ്രം ദ വേൾഡ്. പിന്നെ വൺ മോർ തിങ്, നീ ആരാ ഓന്താ ഓരോ രൂപം മാറാൻ? ഇനി നീ മാറരുത്. ചാവട ഡോഡോഡോ നിക്കടോടോ. കോടകൾ വിജയിക്കട്ടെ. പ്രധാന വാർത്തകൾ. കുപ്രസിദ്ധ സീരിയൽ കില്ലറിനെ പോലീസ് ഓഫീസർ വധിച്ചു. പോലീസ് ഓഫീസർ ദാരുണമായി പരിക്കേറ്റ് ഹോസ്പിറ്റലിലാണ്. പ്രധാന വാർത്തകൾ. സീരിയൽ കില്ലറിന്റെ ബോഡി മോർച്ചറിയിൽ നിന്ന് കാണാതായിരിക്കുന്നു. അതിപ്പോ എവിടെ പോയി? സാർ, ബോഡി എവിടെ? നീ എന്താ വിചാരിച്ച് എന്നെ അങ്ങ് പൂട്ടിയെന്ന്? എന്നെ പൂട്ടിയതിനെയും പൂട്ടാൻ സഹായിച്ചവനെയും എല്ലാം ഞാൻ പൂട്ടും. കോടുകളുടെ സമയം ഇനി.